നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 30. ഇപ്പോൾ ശ്രീരാമൻ അഗ്നി പോലെ ജ്വലിക്കുന്ന അമ്പ് എടുത്ത് ഖരൻ്റെ നേരെ എയ്തു. അത് ഇന്ദ്രൻ കൊടുത്ത ഒരു ബാണമായിരുന്നു. ആ മഹാബാണം ഇടിവെട്ടുമണ്ണമുള്ള ശബ്ദത്തോടെ ഖരൻ്റെ മാറിൽ പതിച്ചു. ഖരൻ അന്ധകൻ എന്ന അസുരനെ പോലെ ഭൂമിയിൽ വീണു എന്ന് പറയുന്നു. ഈ സമയത്ത് ദേവന്മാരും ചാരണന്മാരുമെല്ലാം എത്തിച്ചേർന്ന് ദുന്ദുഭികൾ മുഴക്കി. അവർ രാമൻ്റെ ശിരസിൽ അർച്ചനാവർഷം ചെയ്തു. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ വിക്രമത്തിന് തുല്യമെന്നിങ്ങനെ അവർ രാമനെ പ്രകീർത്തിച്ചുകൊണ്ട് അപ്രത്യക്ഷരായി. അപ്പോഴേക്കും രാജർഷിമാരും പരമർഷിമാരും വന്നു ചേർന്ന് രാമനെ സ്തുതിച്ചു. അങ്ങനെ ഖരൻ്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 34-35. സഭാജ്യ മുദിതാരാമം സാഗസ്ത്യ ഇതമബ്രുവൻ ഏതദർത്ഥം മഹാതേജ മഹേന്ദ്ര പാകശാസനഃ. ശരഭംഗാശ്രമം പുണ്യം ആജഗാമ പുരന്ദരഃ ആനീതസ്ത്വം ഇമം ദേശം ഉപായേന മഹർഷിഭിഃ. അവർ സന്തുഷ്ടരായി വന്ദിച്ചുകൊണ്ട് അഗസ്ത്യനോടൊപ്പം ഇപ്രകാരം പ്രകീർത്തിച്ചു. ഇതിനു വേണ്ടിയാണ് മഹാതേജസ്വിയായ പാകശാസനനായ ദേവേന്ദ്രൻ പാവനമായ ശരഭംഗാശ്രമത്തിൽ വന്നതും ഋഷിമാർ ഉപായത്തോടെ ഭവാനെ ഇങ്ങോട്ട് ആനയിച്ചതും. ശ്ലോകം 36, 37, 38, 39. യേഷാം വധാർത്ഥം ശത്രൂണാം രക്ഷസാം പാപകർമ്മണാം തദിദം ന കൃതം കാര്യം ത്വയാ ദശരഥാത്മജാ സ്വധർമ്മം വ്യചരിഷ്യന്തി ദണ്ഡകേഷു മഹർഷയഃ ഏതസ്മിന്നന്തരേ വീരോ ലക്ഷ്മണ സഹ സീതയാ ഗിരിദുർഗാദ്വിനിഷ്ക്രമ്യ സംവിവേശാശ്രമേ സുഖീ തതോ രാമസ്തു വിജയീ പൂജ്യമാനോ മഹർഷിഭിഃ. പ്രവിവേശാശ്രമം വീരോ ലക്ഷ്മണേനാഭിപൂജിതഃ തം ദൃഷ്ട്വാ ശത്രുഹന്താരം മഹർഷീണാം സുഖാവഹം ബഭൂവ ഹൃഷ്ടാ വൈദേഹി ഭർത്താരം പരിഷസ്വജേ. 36 തുടങ്ങി 39 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. ക്രൂരന്മാരും പാപകർമ്മന്മാരുമായ രക്ഷസുകളുടെ വധത്തിനായിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ആ കാര്യം ഇപ്പോൾ അല്ലയോ ദശരഥാത്മജ അങ്ങ് ചെയ്തു കഴിഞ്ഞു. ഇനി ദണ്ഡകത്തിൽ മഹർഷിമാർക്ക് നിർബാധം സ്വധർമ്മം അനുഷ്ഠിക്കാം. വീരനായ ലക്ഷ്മണൻ സീതയോടുകൂടി ഗിരിദുർഗത്തിൽ നിന്ന് പോന്ന് സുഖമായി ആശ്രമത്തിൽ പ്രവേശിച്ചു. വിജയിയായ രാമൻ മഹർഷിമാരാൽ പൂജിതനായി ആശ്രമത്തിലെത്തി. ലക്ഷ്മണനും ജ്യേഷ്ഠനെ പൂജിച്ചു. ശത്രുഹന്താവായി മഹർഷിമാർക്ക് സുഖം വീണ്ടെടുത്തു കൊടുത്ത ഭർത്താവിനെ കണ്ട് വൈദേഹി ഹർഷം പൂണ്ട് ആലിംഗനം ചെയ്തു. ശ്ലോകം 40. മുദാ പരമയാ യുക്ത ദൃഷ്ട്വാ രക്ഷോഗണാൻ ഹതാൻ രാമം ചൈവാവ്യയം ദൃഷ്ട്വാ
തുദോഷ ജനകാത്മജ. രക്ഷോഗണത്തെ നിഹനിച്ചതുകൊണ്ട് രാമന് യാതൊരു ആമയവുമില്ലെന്ന് കണ്ട ജനകാത്മജ വളരെ സന്തോഷിച്ചു. സർഗം 30 അവസാനത്തെ ശ്ലോകം, 41 ശ്ലോകം. തതസ്തുതം രാക്ഷസസംഘമർദ്ദനം സംപൂജ്യമാനം മുദിതൈർമഹാൽപഭിഃ പുനഃ പരിഷ്വജ്യമുദാജ്ഞിതാത്മന ബഭൂവ ഹൃഷ്ട്വാ ജനകാത്മജാ തദാ. രാക്ഷസ സംഘമർദ്ദകനായ സന്തുഷ്ടരായ മഹാത്മാക്കളാൽ പൂജിക്കപ്പെടുന്ന അദ്ദേഹത്തെ വീണ്ടും പുണർന്ന് ജനകാത്മജ അത്യന്തം ഹർഷം പൂണ്ടു. ഇനി ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. സീതയാണ് മുമ്പൊരിക്കൽ ചോദിച്ചത്, ശത്രു സംഹാരമെന്ന ക്ഷത്രിയധർമ്മം വനത്തിൽ ആചരിക്കേണ്ടതുണ്ടോ എന്നും വനവാസക്കാലത്ത് മുനിവൃത്തി കൈക്കൊള്ളുകയല്ലാതെ ആയുധപ്രയോഗം വേണ്ടതുണ്ടോ എന്നും വൈരകാരണമില്ലാതെ കാനനവാസികളായ രാക്ഷസരെ നിഹനിക്കുന്നത് ശരിയാണോ എന്നും പറ്റും പണ്ട് സീത ചോദിച്ചിരുന്നു. അതിനന്ന് രാമൻ പറഞ്ഞ മറുപടി ഋഷിമാരെ സംരക്ഷിക്കുന്നതിൽ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നാണ്. രാമൻ്റെ കർത്തവ്യം തന്നെയാണെന്ന് സീതയ്ക്ക് ഉത്തമ വിശ്വാസം വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കാനായിരിക്കണം സീതയുടെ ആഹ്ലാദത്തെപ്പറ്റി എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആയുധപ്രയോഗത്തിന് സീത തീർത്തും എതിരായിരുന്നു എന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുക സാധ്യമല്ല. ശൂർപ്പണഖ തന്നെ വിഴുങ്ങാൻ വന്നപ്പോഴും ഖരാദികൾ യുദ്ധത്തിനെത്തിയപ്പോഴും ആയുധപ്രയോഗം അനിവാര്യമായിരുന്നെന്ന് സീതയ്ക്കും ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.